ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ തുടരും തീ പിടിപ്പിക്കുന്ന പോലെ തന്നെ തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ പെരുമഴയോടുകൂടെ പോവുകയാണ്. ഇത് കവിതാ തിയേറ്ററിലെ ഇന്നലെ രാത്രിയിലത്തെ തിരക്കാണ്. അതിഗംഭീരമായിട്ടുള്ള തിരക്ക് എന്ന് തന്നെ പറയാം. 10ാം ദിനം പൊന്നും വിലയുള്ള ദിനമാക്കി മാറ്റി. ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ട് ഇതൊരു ചരിത്രമായി മാറിയ നിമിഷമാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനോടകം തന്നെ സിനിമ ബ്രേക്ക് ഈവനും കഴിഞ്ഞ് ബ്ലോക്ക് ബസ്റ്ററും തൂക്കി ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കുതിക്കുകയാണ്. സിനിമ ഇവിടെ ഒരു രക്ഷയുമില്ലാത്ത കളക്ഷനാണ്. അതായത് എവിടെയൊക്കെ സിനിമ റിലീസ് ചെയ്തോ അവിടെയെല്ലാം അമ്മാതിരി കൊടൂരമായ തൂക്ക് തന്നെ. ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ 82 കോടിക്ക് മുകളിലെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഓവർസീസിൽ നിന്ന് സിനിമ 80 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു. മൊത്തം 160 കോടി സിനിമ കടന്നതായിട്ടാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നത്. ഇനിയും നമുക്ക് അതിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വരണം. ഇന്ന് കവിതയിലുള്ള ആ ഒരു തിരക്ക് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യ ദിനത്തെക്കാളും 2ാം ദിനത്തെക്കാളുമൊക്കെ മുകളിലുള്ള തിരക്ക് തന്നെയാണ്. എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോ എന്നല്ല, എല്ലാ ഷോയും അങ്ങനെ തന്നെ പുതുക്കുകയാണ്. ഇത് എറണാകുളം കവിതയിൽ മാത്രമല്ല, കാണുന്ന എല്ലാ തിയേറ്ററുകളിലും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം എടുത്താലും കൊല്ലം എടുത്താലും കാസർഗോഡ് എടുത്താലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരേ അഭിപ്രായവും ഒരേ തിരക്കും തന്നെയാണ്. അതെ, ചരിത്രത്തിലാദ്യമായി ഒരു മലയാള സിനിമ തുടർച്ചയായി 10 ദിനങ്ങളിലും 5 കോടിക്ക് മുകളിൽ നേടുന്നു എന്നുള്ളതാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 10 കോടിക്ക് മുകളിൽ നേടുന്നു 10ാം ദിനങ്ങളിലും എന്നുള്ള അമ്മാതിരി കൊടൂരമായ തൂക്കാണ്. നിങ്ങളിൽ എത്ര പേർക്കാണ് എപ്പോഴും ടിക്കറ്റ് കിട്ടാൻ പ്രയാസമുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണേലും അതിഗംഭീരം തന്നെയാണ് ഈ ഒരു സിനിമ. നല്ല സിനിമ ഇറക്കി വിട്ടാൽ നല്ല രീതിയിൽ ഓടിക്കോളും എന്നുള്ളതിന് ഉറപ്പ് തരികയാണ് ഈ ഒരു സിനിമ. അതെ, കാലങ്ങളായി കാത്തിരുന്ന ആ ഒരു സിനിമ നമുക്ക് ലഭിക്കുമ്പോൾ മലയാളികൾ അത് ഏറ്റെടുക്കുന്നു. ഓരോ മലയാളിയുടെ മനസ്സിലും ഒരു മോഹൻലാൽ ആരാധകനുണ്ട് എന്നുള്ളത് തെളിയിക്കുകയാണ് ഈ സിനിമ. വർഷങ്ങളായി സിനിമയ്ക്ക് പോകാത്ത ആളുകൾ പോലും സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നു. അതുതന്നെയാണ് ലാൽ മാജിക് എന്ന് തന്നെ പറയാം. അതെ, ഹൗസ്ഫുൾ പെരുമഴയോടുകൂടി കവിതയിലെ ഈ ഒരു തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ തിരക്കും ഇതിൽ തന്നെ കാണാം എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തേണം. ലാൽ സലാം.